ഇന്ന് നമുക്കൊരു വിഷു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. രാവിലെ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് അതിന് പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സെറ്റ് മുണ്ടുമാണ്. സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്ന ഒരു കലങ്കാരി ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ അഴിച്ച് തന്നെ തുടങ്ങാം. ഞാൻ ജസ്റ്റ് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് പിരിച്ച് കെട്ടിയിട്ടുള്ളൂ. എന്നിട്ട് പുറകെ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മുടിയുടെ ജടയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കെട്ടി വെക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഹൈനെക്ക് വെച്ചിട്ട് ബാക്കിൽ ഹൈനെക്ക് വെച്ചിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചേരുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഫൈനലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡീപ്പായിട്ട് ഫ്രണ്ടിലിറക്കിയിട്ട് ബാക്കിൽ കയറ്റിയാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കമ്മലും വളയൊക്കെ ഊരി വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് മുഖത്തെ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് ഒന്ന് കളയാം. ലിപ്സ്റ്റിക്കും ഐലൈനറും ഒക്കെയാണ് മെയിനായിട്ട് പോകാനുള്ളൂ. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫേസ് നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഞാനൊരു തോർത്ത് വെച്ച് തുടയ്ക്കുന്നുണ്ട് മുഖം. പിന്നെ ജസ്റ്റ് നമുക്ക് ഏതാണോ മോയ്സ്ചറൈസർ വേണ്ടത് അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ലാക്മേയുടെ ഒരു മോയ്സ്ചറൈസറാണ്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ലിപ് ബാം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.